ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ റവ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് അതിലേക്ക് ഞാൻ അല്പം ഓയിലും ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പം നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം റവ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിനി നന്നായിട്ട് തണുത്ത് വരട്ടെ. അല്പസമയം കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. അപ്പം ഞാനിതാ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുള ഉരുട്ടിയെടുക്കുകയാണ്. അപ്പം ഇതിലും കൂടി കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം, അത്രയും നല്ലതായിരിക്കും. അങ്ങനെയെല്ലാം നമ്മൾ ബോളുകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവി കയറ്റുന്ന തട്ട് അതിലേക്ക് വെച്ചതിന് ശേഷം ഇനി ഈ ബോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരണം. അപ്പം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, 2 പച്ചമുളക്, 1/4 ടീസ്പൂണ് കടലപ്പരിപ്പ്, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതാ നമ്മൾ ബോൾസ് ഒക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിട്ടതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരമായിട്ട്. അപ്പം ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം മുളക് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ റവയുടെ ബോൾസ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ അല്പസമയം ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. റവ കൊണ്ട് നമ്മൾ എപ്പോഴും ഉപ്മാവല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. നല്ല ടേസ്റ്റ് ആണ്. നമുക്കിത് കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരാണ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.